നമ്മളൊന്ന് കുറച്ച് ദൂരത്തേക്ക് പോകണിപ്പോട്ടോ. സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഈ കാണുന്ന കുഞ്ഞന്മാരെ കണ്ടില്ലേ, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ കോയമ്പത്തൂർ പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമുക്ക് എടുക്കേണ്ട ആൾക്കാരൊക്കെ സേഫാക്കി വണ്ടിയിലേക്ക് വെച്ചും കണ്ട് വണ്ടി എടുത്ത് നേരെ വിടാനുള്ള പരിപാടി കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് രണ്ടാൾക്കാരെ കൂട്ടാണ്ട്, ഒന്ന് ഈ ഇരിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഇരിക്കുന്നവരും. ഇവനെ കണ്ട് ആർക്കും പരിചയമുണ്ടോ? അങ്ങനെ കോയമ്പത്തൂർ യാത്രയിൽ നമ്മൾ 4 ആൾക്കാരായിട്ട് പോകണം. ചിരിയും കളിയും തമാശയൊക്കെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്താൻ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്യൂട്ടായിട്ട് 2 മൈക്രോസ്ക്വയറിനെ കേട്ടോ. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കസ്റ്റമറുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് സേഫായിട്ട് അവൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. ഈ ഒരു ചക്കരം കണ്ടില്ലേ, ഈ ഒരു ചക്കരം കൂടെ നോക്കി വെച്ചോട്ടോ. ഇവൻ ആള് ചില്ലറക്കാരനല്ല. ഇവൻ്റെ വീട്ടിൽ വന്നപ്പോൾ സത്യാവസ്ഥ മനസ്സിലായത്. വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ഉള്ളോട്ട് ക്ഷണിച്ച സമയത്ത് നമ്മൾ കിളിയാകെ പറഞ്ഞു കിട്ടും. നമ്മളെ കൈമിലുള്ള പെറ്റ്സിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ ഇവൻ്റെ കൈമിലുണ്ട് കേട്ടോ. ഇവൻ്റെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പെറ്റ്സിനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അറിയപ്പെടുന്ന ഒരു എക്സോട്ടിക് ബ്രീഡറായി മാറും കേട്ടോ. അങ്ങനെ അവിടെ എടുത്ത പെറ്റിനെ അവൻ്റെ കൂട്ടിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളെല്ലാവരും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മെല്ലെ നാട്ടിലേക്ക് വിട്ടിട്ടോ.